ഹലോ എവരിവൺ, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓഫ് മലയാളം. ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നത് നത്തിങ് ഫോൺ 3A Pro ആണ്. പ്രീമിയം സെഗ്മെന്റിലുള്ള എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു ഫോണാണ് 3A Pro. ആദ്യമായി നമുക്ക് ഇതിന്റെ ബോക്സ് എടുത്ത് നോക്കാം. ഈ ഫോൺ 8GB റാം 128GB മെമ്മറിയുമുള്ള ബ്ലാക്ക് കളറിലുള്ള നത്തിങ് ഫോൺ 3A Pro ആണ്. ഇന്ന് നമുക്കിതിനെ അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ബോക്സ് ഓപ്പൺ ചെയ്ത് പുറത്തെടുക്കുമ്പോൾ ടെക്സ്റ്റേർഡോട് കൂടിയ ഒരു വൈറ്റ് ബോക്സ് ആണ് വീണ്ടും നമ്മൾ കാണുന്നത്. ആ ബോക്സും ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് നത്തിങ് ഫോൺ കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് ഫോൺ മാറ്റി വെച്ച് നോക്കാം. ബോക്സിനുള്ളിൽ പിന്നെ ചാർജിങ് കേബിൾ മാത്രമേ വരുന്നുള്ളൂ. ചാർജർ ബോക്സിൽ അവൈലബിൾ അല്ല. Type-C to Type-C കേബിളാണ് ഇതിനോടൊപ്പം വരുന്നത്. ഇനി നമുക്ക് ബോക്സ് മാറ്റി വെച്ച് ഫോൺ നോക്കുകയാണെങ്കിൽ നത്തിങ്ങിന്റെ സിഗ്നേച്ചർ ഡിസൈനായ ബാക്ക് പാനലിന്റെ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആണ് നമുക്ക് ആദ്യമായി ശ്രദ്ധയിൽപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡ് വളരെ മികച്ചൊരു ലുക്കാണ് ഈ ഫോണിന് പ്രദാനം ചെയ്യുന്നത്. ആദ്യമായി നമുക്കിതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 120Hz റിഫ്രഷ് റേറ്റോട് കൂടിയ HDR10+ സപ്പോർട്ട് ചെയ്യുന്ന 6.7 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഇതിന് പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷൻ കൂടി വരുന്നത്. ബോഡി വരുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമിലും എന്നാൽ ബാക്ക് ഗ്ലാസുമാണ് വരുന്നത്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 15 OSൽ വരുന്ന ഇതിന്റെ യൂസർ ഇന്റർഫേസ് വരുന്നത് നത്തിങ് OS 3.1 ആണ്. 3 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ഇതിന്റെ ഫ്യൂച്ചറിൽ ലഭ്യമാണ്. സ്നാപ്ഡ്രാഗന്റെ 7 സീരീസ് Gen 3 ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത്. അതിന് Arduino 710 GPU സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 50 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടീവാണ്. 8GB റാം 12GB റാം എന്നീ റാം ഓപ്ഷനോട് കൂടിയ ഈ ഫോണിന്റെ മെമ്മറി 128GB 256GB എന്നീ ഓപ്ഷൻസ് ആണ്. ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സെൻസർ, IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ്, 5G സപ്പോർട്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, Bluetooth 5.4, NFC എന്നിങ്ങനെ കുറെ ഓപ്ഷൻസ് കാണാം. ഇത് നമുക്കിതിന്റെ ക്യാമറ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ക്യാമറ വരുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അതിൽ 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസും 50 മെഗാപിക്സലിന്റെ ടെലിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസുമാണ് വരുന്നത്. മെയിൻ ക്യാമറ ഡ്യുവൽ പിക്സൽ PDAF-ഉം ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടീവാണ്. ടെലിസ്കോപ്പ് ലെൻസ് വഴി 3xന്റെ ഒപ്റ്റിക്കൽ സൂമും നമുക്ക് ലഭ്യമാണ്. 30 FPS 4K വീഡിയോ റെക്കോർഡിങ്ങും 120 FPS വരെയുള്ള ഫുൾ HD വീഡിയോ റെക്കോർഡിങ്ങും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിന് ഗൈറോ ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷനും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ തന്നെ വൈഡ് ആംഗിൾ ലെൻസാണ് വരുന്നത്. ഇതിന് 30 FPS ഉള്ള 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ബ്ലാക്ക്, ഗ്രേ എന്നിങ്ങനെ 2 കളർ ഓപ്ഷൻസാണ് നത്തിങ് 3A Pro വരുന്നത്. ഡിസൈൻ നോക്കുമ്പോൾ നത്തിങ്ങിന്റെ ഈ ബാക്ക് ഗ്ലാസ് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ ഒരു കിടലൻ ലുക്കാണ് ഫോണിന് ലഭിക്കുന്നത്. അതിൽ ക്യാമറ മൊഡ്യൂള് അല്പം പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാലും ക്യാമറ മൊഡ്യൂളിലും ഒരു വെറൈറ്റി ലുക്ക് ഫോണിൽ തരുന്നുണ്ട്. ഇത് നമുക്കിതിന്റെ UI പരിശോധിക്കുകയാണെങ്കിൽ നത്തിങ് OS എന്ന UIയിലാണ് ഇത് വരുന്നത്. ഇത് ഏകദേശം സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇതിനുള്ളത്. വേറെ ബ്രോഡ്വേസോ മാൽവേസോ പോലുള്ള കൂടുതൽ ആപ്പുകളൊന്നുമില്ല. അത്യാവശ്യം വേണ്ട ആപ്പുകൾ മാത്രമേ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഫോണിന്റെ OS പരിശോധിക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 15ലാണ് ഈ ഫോൺ വരുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സും ഇതിനകത്ത് ലഭ്യമാണ്. ഈ ഫോണിന്റെ എബൌട്ട് ഫോൺ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഫോണിന്റെ അത്യാവശ്യം വേണ്ട സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. റാം വരുന്നത് 8GB, മെമ്മറി ഓപ്ഷൻ 128GB ആണ്, നേരത്തെ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ക്യാമറ പെർഫോമൻസ് പരിശോധിക്കാം. ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പലവിധ മോഡ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ മികച്ച ഒരു ക്യാമറ തന്നെയാണ് നത്തിങ് ഫോണിന് നൽകിയിരിക്കുന്നത്.
ഫോട്ടോ, പോർട്രേറ്റ്, മാക്രോ, വീഡിയോ, പിന്നെ പലവിധ മോഡൽസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. 3x ഒപ്റ്റിക്കൽ സൂമും 60x വരെയുള്ള ഡിജിറ്റൽ സൂമും നമുക്ക് ഈ ക്യാമറ വെച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് സാമ്പിൾസ് പരിശോധിക്കാം. നത്തിങ് ഫോണുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ബാക്ക് പാനലിൽ വരുന്ന LED ലൈറ്റ്സ്. ഗ്ലിഫ് LEDസിനാണ് നത്തിങ് ഇതിന് വിളിക്കുന്നത്. ഇത് പലവിധ പർപ്പസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാമത് നോട്ടിഫിക്കേഷൻ, ക്യാമറയുടെ റിംഗ് ലൈറ്റ് ആയിട്ടും ചാർജിങ് ഇൻഡിക്കേഷനായിട്ടും ഒക്കെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സെറ്റിംഗ്സിൽ തന്നെ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് ഓപ്ഷൻ നൽകിയിരിക്കുന്നുണ്ട്. ഇതുവഴി നമുക്ക് ഇതിൻ്റെ എല്ലാ ഓപ്ഷൻസും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ തന്നെ കമ്പോസർ എന്ന സെറ്റിംഗ്സ് വെച്ചിട്ട് നമുക്ക് കസ്റ്റമായിട്ടുള്ള റിംഗ് ടോൺ പാറ്റേൺസ് വരെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ വന്നിരിക്കുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് ഇതിലുള്ള ഇൻസൈഡ് ബട്ടൺ. എസെൻഷ്യൽ കീ എന്നാണ് നത്തിങ് ഇതിൽ വിളിക്കുന്നത്. ഈ കീ സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനും, കീ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് മെമ്മോ റെക്കോർഡ് ചെയ്യാനും, ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എസെൻഷ്യൽ സ്പേസ് എന്ന ആപ്പിലേക്കും പോകുന്നതാണ്. ഫോണിൽ നോട്ടിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ്. നോട്ടിംഗ് എത്രത്തോളം പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, അവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ ഓഡിയോ ആൻഡ് വീഡിയോ പ്ലേബാക്ക് ക്വാളിറ്റി പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു വീഡിയോ എക്സ്പീരിയൻസ് തന്നെ നൽകുന്നുണ്ട്. 4K വീഡിയോ പ്ലേബാക്കും HDR സപ്പോർട്ടും നല്ല വീഡിയോ എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. ഓഡിയോ ക്വാളിറ്റി പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു ഓഡിയോ ക്വാളിറ്റി തന്നെയാണ് ഇതിനുള്ളത്. നല്ല ഹൈ ലൗഡായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള വോയിസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് കേട്ടു നോക്കാം എത്രത്തോളം ഇത് ഫോണിലൂടെ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഗെയിമിംഗ് പെർഫോമൻസും ചെക്ക് ചെയ്യുകയാണെങ്കിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ലാത്ത നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നത്തിങ് ഫോൺ 3A നൽകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ലുക്കിന് ലുക്കും വർക്കിന് വർക്കും നൽകുന്ന നല്ലൊരു ഓപ്ഷനാണ് നത്തിങ് 3A Pro എന്ന ഈ ഫോൺ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.